ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെ വിഴുങ്ങിയ അസാധാരണ കാട്ടുതീ വിതച്ചത് വലിയ നാശം തന്നെയായിരുന്നു. നരകമെന്തെന്ന് ചിത്രകഥകളിൽ മാത്രം വായിച്ച നാം ലോസ് ആഞ്ചൽസിൽ നിന്നുള്ള കാഴ്ച കണ്ടു ഞെട്ടി. ആളിക്കത്തിയ തീ വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ നശിപ്പിച്ചാണ് മുന്നോട്ടു നീങ്ങിയത്. ആകാശം മുട്ടെ കറുത്ത പുകയായിരുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞുവീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട സൺസെറ്റ് തീപിടുത്തമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അപകട മേഖലയിലാണ്. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ ശക്തി. തീയണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചൽസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലാവുകയായിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡൻ തീപിടുത്തത്തെ മഹാദുരന്തമായും പ്രഖ്യാപിച്ചു. അതെ, കത്തിയമർന്നത് ഒരു സമ്പന്ന രാജ്യം തന്നെയാണ്. ഒരു നിമിഷം കൊണ്ട് കത്തിയത് പലരുടെയും ഒരു നൂറ്റാണ്ടിന്റെ അധ്വാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം കത്തിയമർന്നു. മനുഷ്യ, അഹങ്കരിക്കരുത് നീ. എല്ലാം ചുട്ടുചാമ്പലാകാൻ ഒരു നിമിഷം മാത്രം മതി എന്ന് പഠിപ്പിക്കുകയാണ് കാലിഫോർണിയയിലെ ഈ ചിത്രം. എന്തൊരു ഭയാനകമായ അവസ്ഥയിലൂടെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിലായി കടന്നുപോയത്. ജാതിയും മതവും പറഞ്ഞ് കലഹിച്ചവരെ നാം അവിടെ കണ്ടില്ല. ദരിദ്രരും പാവപ്പെട്ടവരുമില്ല, കറുത്തവർ വെളുത്തവർ എന്നില്ല. മനുഷ്യൻ മനുഷ്യനായ കാഴ്ചകളായിരുന്നു ചുറ്റിലും. എല്ലാവർക്കും ഒരേ മനസ്സ്. ഇതേ അവസ്ഥ കോവിഡ് വ്യാപന സമയത്തും നാം കണ്ടതാണ്. പരസ്പരം സഹായിക്കാനും ഒരു നേരത്തെ ആഹാരം പങ്കിട്ടു കഴിക്കാനും ഒരു മനുഷ്യൻ പഠിച്ചത് കോവിഡ് കാലത്തായിരുന്നു. എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. പലർക്കും അത്താണിയായി. ലോകത്തെല്ലായിടത്തും ഈ കാഴ്ചയെന്ന് കാണാനിടയായി. മനുഷ്യന്റെ അഹങ്കാരങ്ങളെ കാറ്റിൽ പറത്തി അവൻ മറ്റുള്ളവന്റെ ജീവിതത്തെ കൊണ്ടും കൊടുത്തും സഹായിച്ചു. അവിടെയും ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല. ഒരു നിമിഷം കൊണ്ടവൻ അഹങ്കരിക്കാൻ വരെ മറന്നുപോയി. ഫ്രീഡം ഫൈറ്റ് ന്യൂസിനു വേണ്ടി രമ്യ അവിനാഷ്, കോഴിക്കോട്.